ഫാറ്റി ലിവറിൻ്റെ ചികിത്സ. ഫാറ്റി ലിവറിൻ്റെ ചികിത്സയിൽ ഉൾപ്പെടുന്ന ആഹാര ക്രമീകരണം, വ്യായാമം, എത്ര ശതമാനം വെയിറ്റ് കുറയണം, ഇതൊക്കെ മുൻപ് തന്നെ പ്രൊവിഡൻസിൻ്റെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ മരുന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധപ്പെട്ട അസുഖങ്ങൾ നന്നായി ചികിത്സിച്ച് നിയന്ത്രിക്കണം. ഉദാഹരണത്തിന് പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ. അതുപോലെ തന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളും രണ്ടും നിർത്തേണ്ട ആവശ്യമുണ്ട്. ഫാറ്റി ലിവറിന് കൊടുക്കുന്ന മരുന്നുകളിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അമേരിക്കയിലൊക്കെ കണ്ടുപിടിച്ച റെസ്മെട്രോം എന്നൊരു ഗുളികയുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിക്കുന്ന അമിതവണ്ണത്തിന് ഉപയോഗിക്കുന്ന സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ മരുന്ന് ഫാറ്റി ലിവറിനൊരു ചികിത്സയായിട്ട് അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രഗ് കൺട്രോളർ അനുവദിച്ചിരിക്കുന്ന സരോഗ്ലുട്ടസാർ എന്നുള്ളൊരു മരുന്ന് കൊടുക്കാം. ഡയബറ്റീസിന് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന പയോഗ്ലുട്ടസോണും ഫാറ്റി ലിവറിന് സഹായകരമായിട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് കുറച്ചും മരുന്നെടുത്തും ഒന്നും ഫാറ്റി ലിവർ മാറാത്ത, അമിതവണ്ണം കുറയാത്ത ആൾക്കാർക്ക് ബാരിയാട്രിക് സർജറി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സർജറിയും ഫാറ്റി ലിവറിന് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം വെയിറ്റ് ലോസ് ആണ്. 7 തൊട്ട് 10% വെയിറ്റ് ലോസ് ഫാറ്റി ലിവറിനെ സഹായിക്കും. അനുയോജ്യമായ ആൾക്കാർക്ക് അതുപോലുള്ള മരുന്നുകളും നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഏത് തരത്തിലുള്ള ചികിത്സയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് ഡിസ്കസ് ചെയ്ത് അതിനെ തീരുമാനിച്ച് അതെടുത്താൽ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന, തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്.